അപ്പൊ ரொம்ப താങ്ക്സ്. ഇനിയിപ്പൊ ഇവിടെ എന്ത് പുലിവാലാണാവോ? യാർ നീങ്ക? ശ്രീരാമനല്ലേ? ബാലാജി മച്ചാ. എന്നോട് പൊറുക്കണം, ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു, എല്ലാം അന്നത്തെ ചെറുപ്പത്തിന്റെ അവിവേകം. അണ്ണാ, ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. ചെയ്തത് തെറ്റായി പോയി എന്ന് ഒരുപാട് വൈകിയാണ് എനിക്ക് മനസ്സിലായത്. അന്നു മുതൽ അശ്വത്ഥമാവിനെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു. അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഈ സമയത്ത് സന്തോഷിക്കുകയല്ലേ ദേവനായിക്ക് വേണ്ടത്? ഏതായാലും തക്ക സമയത്താ മച്ചാൻ വന്നത്. സ്വന്തം മകളുടെ കൈപിടിച്ച് മാപ്പിള ഏൽപ്പിക്കാൻ ഈശ്വരനായിട്ട് ഇവിടെ കൊണ്ടുവന്നാണെന്ന് കരുതിയാൽ മതി. മോളോ? അതെ, മീനാക്ഷി. അവളുടെ കല്യാണമാണെന്ന്. ഞങ്ങൾ കോവിലിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. ഇതാണ് മീനാക്ഷി. മോളെ, എന്താ ഇങ്ങനെ നോക്കണേ? നിന്റെ അച്ഛനാ? അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിയേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വിശദമായി പറയാന്ന് അച്യുതൻകുട്ടി പറഞ്ഞപ്പോ കാര്യം ഇതായിരുന്നു എന്ന് അറിഞ്ഞില്ലല്ലോ എന്റെ പരദൈവങ്ങളെ. അച്യുതൻകുട്ടിയോ? അതെ, ഇവിടെ ഇവന്റ് നടത്താൻ വന്ന അച്യുതൻകുട്ടി എന്റെ അനന്തരവനാ. ഓഹോ, അപ്പൊ ഇയാളെ ഒന്ന് വരട്ടി നിർത്തിയാലേ പറ്റൂ. മാരിയപ്പനെ വിളിച്ച് തല്ലുകാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാം. അതോ കൊട്ടേഷൻകാരൻ? എന്താ ആലോചിക്കണേ? അവൻ വല്ല കുഴപ്പമുണ്ടാക്കി? ഹേയ്, മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് അച്യുതൻകുട്ടിയാ. ഈശ്വര, നീ എന്തൊക്കെ അത്ഭുതങ്ങളാ കാണിക്കണേ. അത്ഭുതങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണം. அம்மா, என்னடி அத்தாயும் மீனாட்சிக்கும் கூட்டிக்கிட்டு அப்ப கோவிலுக்கு போயிட்டாங்க. என்னது? ஆமா, மீனாட்சிக்கு கல்யாண பொண்ணு மாதிரி அலங்காரம் செஞ்சிருக்காங்க. உங்ககிட்ட யாரு சொன்னா? பாப்பாத்தி தான் சொன்னேன். கடவுளே, ஐயோ அக்கா, அக்கா, மீனாட்சியை கல்யாணம் செய்யறதுக்கு நம்மால ஏதோ கோயிலுக்கு கூட்டிட்டு போயிட்டாரு. തായ്മാമ മുറയ്ക്ക് അവളെ കെട്ടുവെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലല്ലോ എന്റെ ഈശ്വര. ഏത് കോവിലേക്കാ കൊണ്ടുപോയത്? அது தெரியாது. എന്റെ ദൈവമേ, ചതിച്ചോ? கம்ப்ளைண்ட் விட்ரோ செஞ்சில்லே, இனி எந்த ப்ராப்ளம் கிடையாது. தேங்க்யூ சார். வரட்டுமா? മുതലേറിയ മീനാക്ഷി കുട്ടി അത് കോവിലേക്ക് പോയിന്ന്. അതിന് ഞാനെന്ത്? ആരും കെട്ടിയില്ലെങ്കിൽ തായ്മാമൻ എന്നുള്ള മുറയ്ക്ക് അവളെ ഞാൻ കെട്ടുമെന്ന് ഞങ്ങളോട് പറഞ്ഞതാ. എന്തോ ചതിയുണ്ട്. അല്ലെങ്കിൽ ആരും അറിയാതെ അവളെയും കൂട്ടി കോവിലിൽ പോകേണ്ട കാര്യം എന്താ? அந்த மனுஷன் மீனாட்சியை கல்யாணம் செஞ்சுட்டா அப்புறம் நாங்க யாரும் உயிரோட இருக்க மாட்டோம். കല്യാണത്തിന് മീനാക്ഷി സമ്മതിച്ചാ? എന്തു പറഞ്ഞ് അവളെ കൊണ്ടുപോയിരിക്കുന്ന അറിയില്ല. അച്യുതൻകുട്ടി അവളെ രക്ഷിക്കണം. ഏതമ്പലത്തിലേക്കാ കൊണ്ടുപോയി? தெரியாது. ഏതായാലും വണ്ടി എടു, നമുക്കൊന്ന് അന്വേഷിക്കാം. ஓம் நமச்சிவாயா, ஓம் நமச்சிவாயா. ஏகாம்பரநாதர் கோவிலில் 10வது நாளான திருக்கல்யாண உற்சவத்தில் அவர்களது பெற்றோர்களுக்கும் உறவினர்களுக்கும் காஞ்சி தேவஸ்தானத்தின் வாழ்த்துக்களை தெரிவிக்கின்றோம். ஓம் நம சிவாய, ஓம் நம சிவாய.
വിവാഹത്തിൽ വിവാഹിതരാകാൻ എത്തിയിരിക്കുന്നു. இங்கு பதிவு செய்யப்பட்டிருக்கும் பெயர் വരിസയാക നിൽക്ക വേണ്ടും. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേര് ഇവനെയും കൂട്ടി ക്ഷേത്രാങ്കണത്തിൽ നിരനിരയായി നിൽക്കേണ്ടതാണ്. മണമകൾ പെരുമ്പട്ടിയൂർ പെരിയമുത്തു ராசா கவுண்டருடையும் ராஜலட்சுமி அம்மாவோடையும் மகள் முத்துலட்சுமி. மணமகன் அம்பத்தூர் பெருமாள் தேவருடையும் பொன்னி அம்மாவுடையும் மகன் காமு ரத்தினம். അച്യുതൻകുട്ടിയെ കണ്ടില്ലല്ലോ. അവൻ മറുവാ. അതെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കേ. അല്ല, അവനെ ഒന്ന് വിളിച്ചാലോ? ഹേയ്, അതൊന്നും വേണ്ട. മുഹൂർത്തത്തിനും അവൻ ഇങ്ങ് എത്തിക്കോളും. ഞാനിപ്പോ വരാം. ഹലോ ഹലോ. പറഞ്ഞതുപോലെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നത് നന്നായി. ശരവണ്ണനെ കൊണ്ട് കെട്ടിക്കാൻ അവളുടെ തന്തയും തള്ളയെ സമ്മതിച്ചില്ലെങ്കിൽ ശരിക്കും ഒരു വരട്ടങ്ങ് വരട്ടിക്കോ. ശരവണ്ണ എവിടെ? ശരവണനല്ല മച്ച, മീനാക്ഷിയോടെ കഴുത്തിലെ താലിയെ കെട്ട പോறது நான் தான், இந்த மாரியப்பன். അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നല്ലടാ ദ്രോഹി. ஏதாவது இடைஞ்சில் போட்டு சீவிடுவேன். എന്നെ കൊല്ലരുത്. ഹേയ്, എന്താ ഇത്? ஏய், சத்தம் போடக்கூடாது. உன் கழுத்துல தாலியை கட்ட போறது அக்ஷயன்குட்டி அல்ல, நான் தான். உனக்கு சம்மதம் அப்பாவோடும் அம்மாவோடும் ஆசீர்வாதம் வாங்கலாம், இல்லன்னா இவங்க சமாதி இங்கேயே கட்டுவேன். காஞ்சிபுரம் மாவட்டம் முத்துலிங்க முதலியாரோடையும் திருமதி செல்லாத்தாவோடையும் மகன் ஆர்.கே. மாரியப்பன். காஞ்சிபுரம் மாவட்டம் திருமதி தேவநாயகியின் மகள் செல்வி மீனாட்சி. ഒരു ബെഡ് കിട്ടിയിരുന്നെങ്കിൽ സുഖമായിട്ട് കിടക്കായിരുന്നു.
പൊള്ളാച്ചി മാവട്ടം DK ആറുമുഖസാറിയുടെയും മുനിയമ്മാവുടെയും മകൻ AD മുരുകേശൻ. കോയമ്പത്തൂർ മാവട്ടം TR വീരമണിക്കമ്പുടെയും തിരുമതി കനകാമ്പാവുടെയും മകൾ പാർവതി. காவல்துறை அதிகாரிகள் கவனிக்கவும். தவறான பெயரை கொடுத்த மாரியப்பன் என்பவனையும் அவனது கூட்டாளிகளையும் உடன் கைது செய்ய வேண்டும். അച്യുതൻകുട്ടി, എന്റെ പ്രാർത്ഥന പരദൈവങ്ങൾ കേട്ടു. കല്യാണാഘോഷം നടത്താൻ നിങ്ങളെ വരുത്തിച്ചതും ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചതും സാക്ഷാൽ ഏകാംബരേശ്വരനും കാഞ്ചി കാമാക്ഷിയുമാണ്. എന്താണെന്നറിയോ? ഇവള് നിനക്ക് അവകാശപ്പെട്ടതാ. എന്റെ മോള്, നിന്റെ മുറപ്പെണ്ണ്. അതെ, എന്റെ മോൻ ശരവണ്ണനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ ഞാൻ എന്തൊക്കെ കളി കളിച്ചു. പക്ഷെ കല്യാണം ഒരു യോഗമാണ്. ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള യോഗം അച്യുതൻകുട്ടിക്കാണ്. മുഹൂർത്തം ആവാറായി. താലി കെട്ടാൻ ഒരുങ്ങിക്കോ. ഇല്ല ബാലമാമേ, ഞാനിപ്പോ ഒരു കല്യാണത്തിന് തയ്യാറല്ല. നിന്റെ വാശിയൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട്? വാശിയൊന്നുമല്ല. ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ ഏറ്റവും മോഹിച്ചത് അവനാ, നജീബ്. അവനിപ്പോ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില്ല. അവന് ബോധം തിരിച്ചു കിട്ടാതെ ഞാൻ മീനാക്ഷിയെ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. ബോധം തിരിച്ചു കിട്ടി. ഈ പൈലിപ്പിള്ളയോട് ഞാൻ പലിശയ്ക്ക് വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാവുന്ന നീ ഏറ്റെന്നറിഞ്ഞപ്പോഴേ എനിക്ക് ബോധം തിരിച്ചു കിട്ടി അച്യുതൻകുട്ടി. ഓ, അപ്പൊ എല്ലാം നിന്റെ വേഷം കെട്ടായിരുന്നു അല്ലേ? നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ എന്ത് വേഷം കെട്ടാനും ഇനിയും ഞാൻ തയ്യാറാ. മേളം തുടങ്ങി. ഇനിയും നിന്റെ വാശി വേണ്ട. കെട്ടണ താലി. ഇതാ താലി. എന്റെ ഏകാംബരനാഥ, എല്ലാ ഇവന്റും പ്ലാൻ ചെയ്യുന്നത് നീ, മാനേജ് ചെയ്യുന്നത് നീ. ഞങ്ങൾ അനുഗ്രഹിക്കണേ. ദീർഘസുമംഗലീ ഭവ.